ഹലോ ഓൾ, ഇന്ത്യയിൽ 2 മൾട്ടിനാഷണൽ കമ്പനീസിലെ വേക്കൻസി ഡീറ്റെയിലായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമായിരിക്കും ഒരു MNCയിൽ വർക്ക് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഫ്രഷേഴ്സിനെ ഉപയോഗിച്ചിട്ട് ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതൊരു MNCയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്കൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. സോ അങ്ങനെയുള്ള 2 MNCയിൽ ഇപ്പോൾ ഹ്യൂജ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതും എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസിയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. TCS അതേപോലെ തന്നെ വിപ്രോ, ഈ 2 കമ്പനിയാണ് ഈ ഒരു വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ അതിന്റെ ഡീറ്റെയിലോട്ട് നമുക്ക് പോകാം. ആർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും, എങ്ങനെ അത് അപ്ലൈ ചെയ്യാം, അതിന്റെ പാക്കേജ് എത്രയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, എക്സാമിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം തന്നെ നമുക്ക് TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസ്, ഈ ഒരു കമ്പനി എല്ലാവർക്കും അറിയുന്ന കമ്പനിയാണ്. ടോപ്പ് മോസ്റ്റ് ഇന്ത്യൻ MNCയിൽ വരുന്ന കമ്പനിയാണ്. സോ ഇവരിപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. 2024-25 ബാച്ച് പാസ് ഔട്ട് ആയിട്ടുള്ള സയൻസ് ഗ്രാജുവേറ്റ്സിനാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്. സോ അതിന്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ഇതിന്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. രജിസ്ട്രേഷൻ എൻഡ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 11-ാം തീയതിയാണ്. ടെസ്റ്റിന്റെ ഡേറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ 2 പ്രോഗ്രാമിലോട്ടാണ്, 2 ഹയറിംഗ് ആണ് ഇവർ നടത്തുന്നത്. TCS BSc ഇഗ്നൈറ്റ്, അതേപോലെ തന്നെ സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള 2 TCS സ്മാർട്ട് എന്ന് പറയുന്ന ഈ 2 ടൈപ്പ് ഓഫ് ഹയറിംഗ് ആണ് ഇവർ നടത്തുന്നത്. ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. BCA, അതേപോലെ തന്നെ BSc IT, കമ്പ്യൂട്ടർ സയൻസ്, മാത്സ്, ഡാറ്റ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇലക്ട്രോണിക്സ്, സൈബർ സെക്യൂരിറ്റി, ബയോകെമിസ്ട്രി, ഇങ്ങനെ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ BSc ഡിഗ്രി ഉള്ളവർക്കും BCA ഉള്ളവർക്കും, അതേപോലെ തന്നെ BVOC, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT BVOC ഉള്ളവർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാം. 2024-25 ഇയറിലുള്ള പാസ് ഔട്ട് ബാച്ച് ആയിരിക്കണം എന്നാണ് ഇവർ പറയുന്നത്. സോ എക്സ്പീരിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. ഈ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും ഇതിന് അപ്ലൈ ആവുന്നതാണ്. സോ 2 പ്രോഗ്രാമാണുള്ളത് നമ്മൾ പറഞ്ഞു. 2 പ്രോഗ്രാം ഒരു ഒറ്റ എക്സാം ആയിരിക്കും നടക്കുന്നുണ്ടാവുക. ഒരു സിംഗിൾ ആയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് ആണ് നടത്തുക. ആ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റിലെ നിങ്ങളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളെ TCS BSc ഇഗ്നൈറ്റ് പ്രോഗ്രാമിലോട്ടാണോ അതേപോലെ തന്നെ TCS സ്മാർട്ടിലോട്ടാണോ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് ബേസ്ഡ് ഓൺ ദ ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാകും. ആ ഇന്റർവ്യൂ ബേസ്ഡ് ആയിട്ടായിരിക്കും നിങ്ങളെ ഏത് പ്രോഗ്രാമിലോട്ടാണ് നിങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുള്ളത് തീരുമാനിക്കാം. സോ നമുക്ക് ഈ 2 പ്രോഗ്രാമിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. TCS BSc ഇഗ്നൈറ്റ് എന്ന് പറയുന്ന ഇത് ഒരു അപ്പോയിന്റ്മെന്റ് വരുന്നുണ്ട്. ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. തുടക്കക്കാർക്ക് പറ്റിയൊരു പ്രോഗ്രാമാണ്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം നല്ലൊരു കോമ്പൻസേഷൻ പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഇവിടെ അവർ പറയുന്നുണ്ട് ഇതൊരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ 1-2 വർഷം കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ നമ്മളുടെ ബേസിക് സാലറിയുടെ 2.5 മടങ്ങ് ഇൻക്രിമെന്റ്സ് ഗ്രോത്ത് നമുക്ക് സാലറി ഉണ്ടാവും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ലേണിംഗ് ചെയ്യാൻ പറ്റും. ലേണിംഗ് പ്രോഗ്രാം, ഇനീഷ്യൽ ലേണിംഗ് പ്രോഗ്രാമാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കട്ടിംഗ് എഡ്ജ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടും. AR VR, അതേപോലെ തന്നെ AI, മെഷീൻ ലേണിംഗ്, AI പോലുള്ള റോബോട്ടിക്സ് പോലുള്ള എല്ലാ കട്ടിംഗ് എഡ്ജ് ആയിട്ടുള്ള ടെക്നോളജീസിലും നമുക്ക് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും. അതേപോലെ തന്നെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇതിൽ ജോലി കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവരുടെ സ്പോൺസർഷിപ്പിൽ പഠിക്കാൻ പറ്റും എന്നുള്ളത് മറ്റൊരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് PG ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും എന്ത് ചെയ്യാം, ഈ ഒരു ജോലിയിൽ കയറി അതിന്റെ കൂടെ തന്നെ നമുക്കത് ഇവരുടെ സ്പോൺസർഷിപ്പോടുകൂടി പഠിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഇതാണ് ഇഗ്നൈറ്റിന്റെ ഡീറ്റെയിൽ. അതേപോലെ തന്നെ TCS സ്മാർട്ട് ആണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നുണ്ട് ടെക്നോ ഫംഗ്ഷണൽ റോൾസിലായിരിക്കും നിങ്ങൾ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ അവരുടെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൽ ആയിരിക്കും നിങ്ങൾക്ക് വർക്ക് വരുന്നുണ്ടാവുക.
എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ ഡാറ്റ അനലിറ്റിക്സ് അങ്ങനെയുള്ള പല ഏരിയസ് ഉണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു വേരിയസ് ഡൊമൈൻസിൽ ഉള്ള പ്രൊജക്ട്സിലായിരിക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ പിന്നെ നമുക്ക് കുറച്ച് സ്കില്ല് വരാം, ടെക്നിക്കലായിട്ടുള്ള സ്കില്ല്, സോഫ്റ്റ് സ്കില്ല് ഇങ്ങനെയുള്ള. അതേപോലെ തന്നെ നമുക്ക് ഗുഡ് സ്പീക്കിംഗ് ആൻഡ് റിട്ടൺ സ്കില്ല്, ടീം വർക്ക്, അതേപോലെ തന്നെ എന്താണ് അനലിറ്റിക്കൽ എബിലിറ്റി സ്കില്ലൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റോളിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അതാണ് TCS സ്മാർട്ട് എന്ന് പറയുന്നത്. രണ്ടും നമ്മൾ പറഞ്ഞു ഈ ഒരു ഒറ്റൊരു എക്സാം ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിന്റെ അപ്ലിക്കേഷനിലോട്ട് നമുക്ക് പോകാം. എങ്ങനെയാണ് അപ്ലിക്കേഷൻ പ്രോസസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് TCSന്റെ ആ ഒരു പോർട്ടലിൽ ലോഗിൻ ചെയ്യാനുള്ളതാണ്. അതിനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട്. ഞാൻ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഈ ഒരു സൈറ്റിന്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഹിയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതിനിപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്നത് ഒരു ആധാർ വെരിഫിക്കേഷൻ ആണ്. അതിൽ തന്നെ ആധാർ മാൻഡേറ്ററി ആണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഡീറ്റെയിൽസ്, ആധാർ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കണം. ഇത് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്യാനുള്ളതാണ്. രജിസ്റ്റർ ചെയ്തതിനു ശേഷം അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഈ ആപ്ലിക്കേഷൻ വരുന്നത് രണ്ട് രീതിയിലുള്ള കാറ്റഗറിയിലെ ആളുകൾ വരാം. ഒന്ന് ഓൾറെഡി TCSന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്താൽ മതി. ദെൻ എന്ത് ചെയ്യുക, അപ്ലൈ ഫോർ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആവും. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ TCSന്റെ അപ്ലിക്കേഷൻസ് ഒന്നും അല്ലെങ്കിൽ TCSലൊന്നും ജോലി നോക്കാത്ത, രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞിട്ടുള്ള TCSന്റെ സൈറ്റിൽ നിങ്ങൾക്ക് രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ രജിസ്റ്റർ നൗ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇങ്ങോട്ട് അവിടെ കാറ്റഗറി IT ചൂസ് ചെയ്യുക. അതിനുശേഷം നേരത്തെ പറഞ്ഞതിന്റെ പോലെ തന്നെ അപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുക. ദെൻ അപ്ലൈ ഫോർ ഡ്രൈവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് അവിടെ ഇതാവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് സെന്റർ, നമ്മൾ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന സെന്റർ ചൂസ് ചെയ്യണം. അപ്പം അത് പ്രിഫറൻസും കാര്യങ്ങളും അവിടെ ചോദിക്കും. അത് നമ്മൾ ഏതാ സെന്റർ വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ദെൻ അവിടെ നമ്മൾ അപ്ലൈ കൊടുക്കുക. പിന്നെ ആ ഒരു പറയുന്നത് ആ ടെസ്റ്റ് സെന്റർ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവർ പറയുന്നുണ്ട്. പിന്നെ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അപ്ലൈ ആവും. കൺഫർമേഷൻ സ്റ്റാറ്റസ് നമുക്ക് ചെയ്യാൻ ട്രാക്ക് യുവർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്ലൈഡ് ഫോർ ഡ്രൈവ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അഥവാ നമ്മൾ ടെസ്റ്റ് സെന്റർ ചൂസ് ചെയ്യുന്നത് ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് ബേസിലാണെന്നാണ് പറയുന്നത്. അത് ആരാണോ ആദ്യം അപ്ലൈ ചെയ്തിട്ടുള്ളത് അവർക്കായിരിക്കും ആ ഒരു സെന്റർ കിട്ടാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ പോയിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. TCS ION എന്ന് പറയുന്ന ഇതാണ് അവരുടെ ഇതിന്റെ നടത്തുന്നത്, എക്സാം നടത്തുന്നത്. ഇവിടെ ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പറും മെയിൽ ID ഒക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെസ്റ്റിംഗിന്റെ പാറ്റേൺ ഇവർ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു TCS ION എന്ന് പറയുന്നതാണ് ഇവരുടെ ടെസ്റ്റ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. 120 മിനിറ്റ്സിന്റെ എക്സാം ആയിരിക്കും ഉണ്ടാവുക. 4 സെക്ഷൻ ആയിട്ടായിരിക്കും അതിന് ഇവിടെ എക്സാമിന്റെ സിലബസ് അല്ലെങ്കിൽ ആ സബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ന്യൂമറിക്കൽ എബിലിറ്റി ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വെർബൽ എബിലിറ്റി, റീസണിംഗ് എബിലിറ്റി, കോഡിംഗ്. ഇത് ഓപ്ഷനുകളാണ് പറയുന്നുണ്ട്. ഇത്രയും ഏരിയയിലായിരിക്കും നിങ്ങൾക്ക് 120 മിനിറ്റ്സിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക എക്സാമിന്. അപ്പോൾ ഇതിന്റെ ഒരു ലിങ്ക് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാൻ പറ്റും. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്കാണ്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് ഏകദേശം ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. ഇവിടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എലിജിബിലിറ്റി പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫുൾ ടൈം ഗ്രാജുവേറ്റ്സ് ആയിരിക്കണം. BCA, BSc, IT കമ്പ്യൂട്ടേഴ്സ്, IT ആവാം, കമ്പ്യൂട്ടർ സയൻസ് ആവാം, മാത്സ് പഠിച്ചവർക്ക് പറ്റും, ഡാറ്റ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇലക്ട്രോണിക്സ്, സൈബർ സെക്യൂരിറ്റി, ബയോകെമിസ്ട്രി, അതേപോലെ തന്നെ BOക്ക്, CSO, ITO 2024-25 പാസ് ഔട്ട് ആവുന്ന ആളുകൾക്കാണ് ഇത് പറ്റുന്നത്. അതിന്റെ ടെസ്റ്റ് എലിജിബിലിറ്റി പറയുന്നുണ്ട്. ഇവിടെ പെർസെൻറ്റേജ്, നിങ്ങളുടെ ഗ്രാജുവേറ്റ്സിന്റെ പെർസെൻറ്റേജ് മിനിമം അഗ്രിഗേറ്റ് ആയിട്ട് നിങ്ങൾക്ക് 50% മാർക്ക് വേണം. അത് 50% അതിൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് എവിടെ വേണം, 10ാം ക്ലാസ്സിൽ അതേപോലെ തന്നെ
+2 ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്കാണ് ഡിപ്ലോമ ഇതിൽ വേണം. അതേപോലെ ഗ്രാജുവേറ്റ്സ് ഇതിൽ എന്തായിരിക്കണം 50% കൂടുതൽ മാർക്ക് എല്ലാത്തിലും വേണം. ഫൈനൽ ഇയേഴ്സ് ഉള്ളവർക്കും അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്ററിലുള്ളവർക്കും ഇതിന് അപ്ലൈ ആവുന്നതാണ്. ഏകദേശം ആ ഒരു പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ബാക്ക്ലോഗ് ഉണ്ടാകാൻ പാടില്ല, സപ്ലി കാര്യങ്ങളൊന്നും ഇതിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അഥവാ ജോയിനിങ് ആ ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ബാക്ക്ലോഗും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ ബ്രേക്ക് ഗ്യാപ്പ് എടുക്കുന്ന നമ്മളെ ഇതിനുണ്ടല്ലോ, നമ്മൾ എഡ്യൂക്കേഷനിൽ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇവിടെ നോക്കുന്നുണ്ട്. എഡ്യൂക്കേഷനിൽ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. 24 മന്ത്സിന്റെ കൂടുതലുള്ള ഗ്യാപ്പ് അവിടെ നിങ്ങളുടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് അവിടെ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ കോഴ്സ് ടൈപ്പ് എങ്ങനെയായാലും ഫുൾ ടൈം ആയിട്ടുള്ള കോഴ്സ് ആയിരിക്കണം നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. പാർട്ട് ടൈം ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആയിട്ടോ ഒന്നും ഗ്രാജുവേറ്റ് കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇത് പറ്റില്ല. അതേപോലെ തന്നെ ഇതിൽ ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കാം. 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എൻട്രി ലെവൽ റിക്രൂട്ട്മെന്റ് ആണ്. നമുക്ക് എന്തിനാവശ്യമില്ല, ഇവിടെ വർക്ക് എക്സ്പീരിയൻസിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ എന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് TCSന്റെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് വിപ്രോ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്ക് അതിലോട്ട് പോവാം. വിപ്രോ എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു MNC ആണ് വിപ്രോ എന്ന് പറയുന്നത്. സോ വിപ്രോ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി നൽകുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാമിലോട്ടാണ്, വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാമിലോട്ടാണ് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. ഇത് 2024-25 പാസ് ഔട്ട് ബാച്ചിനാണ്, BCA അല്ലെങ്കിൽ BSc ഗ്രാജുവേറ്റ്സിനാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്. സോ ഇതിന്റെ ഡീറ്റെയിലോട്ട് നമുക്ക് പോവാം. അതിന്റെ എലിജിബിലിറ്റി നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു 24-25 ഗ്രാജുവേറ്റ്സിനാണ്. മസ്റ്റായിട്ടും 60% മാർക്ക് ഉണ്ടായിരിക്കാം. ഗ്രാജുവേഷനിൽ 60% മാർക്ക് ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. BCA BSc കമ്പ്യൂട്ടർ സയൻസ് ആവാം, ഇൻഫർമേഷൻ ടെക്നോളജി ആവാം, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ്, ഫിസിക്സ് ഒക്കെ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ടോ പഠിച്ചവരാവാൻ പാടില്ല. അതേപോലെ തന്നെ ബാക്ക്ലോഗും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. 6 സെമസ്റ്റർ ആവുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, ബാക്ക്ലോഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഒരു ബാക്ക്ലോഗ് ഉള്ളവർക്ക് പറ്റും എന്നാണ് പറയുന്നത്. 1 ബാക്ക്ലോഗ് ഈസ് അലൗഡ് എന്നാണ് പറയുന്നത്. ഒറ്റ ബാക്ക്ലോഗ് ഉള്ളവർക്ക് പറ്റും. അതേപോലെ തന്നെ പക്ഷേ 6 സെമസ്റ്റർ ആകുമ്പോഴേക്കും ആ ഒരു ബാക്ക്ലോഗ് കാര്യങ്ങളും ക്ലിയർ ചെയ്തിരിക്കണം. മാക്സിമം ഗ്യാപ്പ്, അഥവാ എഡ്യൂക്കേഷൻ്റെ ഇടയിൽ ഗ്യാപ്പ് 3 years ആണ് ഇവർ പറയുന്നത്. ഗ്രാജുവേഷനിൽ ഗ്യാപ്പ് ഉണ്ടാവാനും പാടില്ല. അതിൽ അല്ലാത്ത 10th 12th മാക്സിമം ഒരു 3 years ഗ്യാപ്പ് അവിടെ പറ്റും. പക്ഷെ ഗ്രാജുവേഷനിൽ എന്ത് പാടില്ല, ഗ്യാപ്പ് പാടില്ല എന്ന് പറയുന്നുണ്ട്. അഡീഷണൽ ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത് മസ്റ്റ് ഹാവ് ഹാഡ് കോർ മാത്തമാറ്റിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട് ഇൻ ഗ്രാജുവേഷൻ. ഗ്രാജുവേഷനിൽ നമുക്ക് എന്തെടുക്കണം, മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട്, കോർ സബ്ജക്റ്റ് ആയിട്ട് അവിടെ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ബിസിനസ് മാത്സ് ആവാം, അല്ലെങ്കിൽ പ്രീ മാത്സ് എന്തില്ല, കൺസിഡർ ഇല്ല എന്ന് പറയുന്നത് കേട്ടോ. മാത്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺസിന് ആയിരിക്കണം. അതേപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്, വിപ്രോയുടെ സെലക്ഷൻ പ്രോസസ്സിൽ ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ എന്തില്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആളുകളായിരിക്കണം. ഇതൊരു അഡീഷണൽ ക്രൈറ്റീരിയ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കാം. ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ടോട്ടൽ നമുക്ക് ഇവിടെ ഒരു 6 രജിസ്ട്രേഷൻ സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ളതാണ് വിപ്രോയുടെ ഇന്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം 2025 എന്ന് പറയുന്ന ആ ഒരു രജിസ്ട്രേഷന്റെ ലിങ്ക് നിങ്ങൾക്ക് മൊബൈലിൽ കാണാൻ പറ്റും. ഞാനവിടെ കാണിച്ചു തരാം നിങ്ങൾക്കൊന്നും കൂടി. ഇവിടെയാണ് അതിന്റെ രജിസ്ട്രേഷന്റെ ലിങ്ക് വരുന്നത്. സൈറ്റിന്റെ ലിങ്ക് ഞാൻ വീഡിയോയിൽ കൊടുക്കാം. ഈ രജിസ്റ്റർ ചെയ്യാന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ആ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിൽ ഓൺലൈൻ അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഒരു 80 മിനിറ്റ്സിന്റെ ഓൺലൈൻ അസസ്മെന്റ് ടെസ്റ്റ് അവിടെ ഉണ്ടായിരിക്കും. അതിൽ തന്നെ വെർബൽ, അനലിറ്റിക്കൽ, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ആയിരിക്കും അതിൽ
ഓൺലൈൻ അസസ്മെന്റ്സിൽ നടത്തുന്നുണ്ടാവുക. പിന്നെ ഒരു ബിസിനസ് ഡിസ്കഷൻ ഉണ്ടാവും. അസസ്മെന്റ്സ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബിസിനസ് ഡിസ്കഷൻ അവിടെ ഉണ്ടാവും. അവരുടെ ടീമായിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടാവും. ആ ഡിസ്കഷൻ അവർ വിളിക്കും. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അറ്റൻഡ് ചെയ്യേണ്ടി വരും. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് HR ഡിസ്കഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ലെറ്റർ ഓഫ് ഇന്റന്റ് കിട്ടും. ദെൻ പിന്നെ ഒരു പ്രീ സ്കിൽഡ് ട്രെയിനിങ് അവർ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ ഒരു വിപ്രോയുടെ ജോബിന് പ്രിപ്പയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് ഈ പ്രീ സ്കില്ലിംഗ് എന്ന് പറയുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് ഓഫർ ലെറ്റർ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ സക്സസ്ഫുള്ളി മുകളിൽ വന്നിട്ടുള്ള 5 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ നിങ്ങൾക്ക് വിപ്രോന്ന് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതൊക്കെയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. കൂടുതൽ ജോയിനിങ് ഡീറ്റെയിലോട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിന്റെ ഡിസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ സ്കോളർ ട്രെയിനിങ് ആയിട്ടായിരിക്കും നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ സ്റ്റൈപ്പൻഡ് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടുന്നത് 15,000 രൂപയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടുക. പ്ലസ് അതിന്റെ കൂടെ 488 രൂപ ESI ആയിട്ടും കിട്ടും. പ്ലസ് നിങ്ങൾക്ക് ജോയിനിങ് ബോണസ് കിട്ടുന്നുണ്ട്. എല്ലാം ശ്രദ്ധിക്കാം. ജോയിനിങ് ബോണസ് ആയിട്ട് 75,000 രൂപ നിങ്ങൾക്ക് ഫസ്റ്റ് മന്ത് സ്റ്റൈപ്പൻഡിന്റെ കൂടെ അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടുക ഒരു 2,000 രൂപ കൂടി 17,000 രൂപ നമുക്ക് എന്ത് കിട്ടും, സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടും. 533 ESI കിട്ടും. തേർഡ് ഇയറിൽ 19 ആവും, 618 ESI. അതേപോലെ തന്നെ ഫോർത്ത് ഇയറിൽ നമുക്ക് 23,000 രൂപയാണ് സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടുക. സോ ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം, നിങ്ങളുടെ ഒരു ജോബ് മാത്രമല്ല ഇത്, നിങ്ങൾക്ക് ഈ ജോബ് ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ PG അവിടെ എടുക്കാൻ പറ്റും. MTech പോലുള്ള പ്രോഗ്രാംസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ നല്ലൊരു അവസരമാണ്. ഇപ്പോൾ ഫൈനൽ പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾക്കോ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് PG അല്ലെങ്കിൽ MBA പോലുള്ള അല്ലെങ്കിൽ MTech പോലുള്ള കോഴ്സുകളൊക്കെ എടുക്കാനുള്ള ഒരു നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ ഈ TCS അതേപോലെ തന്നെ വിപ്രോയിലുള്ള ഈ ഹയറിംഗിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓൾ ദി ബെസ്റ്റ്. ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.